പൂർവ്വ വിദ്യാർത്ഥി ക്രിസ്റ്റി അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയ കവിത അത് നമ്മുടെ മലയാള പുസ്തകത്തിൽ 4ാം ക്ലാസ്സിലെ ഒരു പാഠ്യ വിഷയമായിട്ട് വന്നു എന്നുള്ളത് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. പാഠപുസ്തകത്തിൽ വരുന്നത് ഈ അടുത്തിടയ്ക്കാണ്. അവര് SRT കോണ്ടാക്ട് ചെയ്ത ശേഷമാണ് ഈ പാഠപുസ്തകത്തിൽ വരുന്നതൊക്കെ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓഫീസർ അവരെ കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഗോത്രഭാഷയിലുള്ള ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കവിതയുടെ പേര് നെഞ്ച് എന്നാണ്. തോട്ടിൽ നെഞ്ച് കലക്കിയാല് ആദ്യം എല്ലാം കൂട്ടി ചത്തുപൊങ്ങിയത്, പിന്നെ ആരാൻ, വെട്ടുവാൻ, പള്ളത്ത്, വാള, മൂശി, കോല, മുതുക്കല, മുള്ളിയൊക്കെ ചത്തുപൊങ്ങിയത്, ഒക്കെ കഴിഞ്ഞ് പിന്നെ ആ തോടും ചത്തുപൊങ്ങിയത്, മീനില്ലാണ്ട് തോട് മാത്രമാണ്. അതായത് മലയാള പദത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഗോത്രഭാഷയിൽ, അതായത് മുതുവൻ എന്ന സമുദായത്തിന്റെ ഗോത്രഭാഷയിലാണ് ഈ കവിത എഴുതിയത്. ആ ലാംഗ്വേജിൽ ഇത്തരത്തിലാണ്. മീനില്ലാതെ തോട് മാത്രം. എങ്ങനെ ഇത് കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? അതായത് തോട്ടിൽ നഞ്ച് കലക്കുന്നത് എന്താണെന്നറിയാവോ? മീൻ പിടിക്കാൻ ഒരു തരം വിഷമാണ് നഞ്ച്. അതായത് ഞാനത് നഞ്ചെന്ന് പറഞ്ഞ കുറിച്ച് പറഞ്ഞില്ല. അതിന്റെ പുഴു ഇല്ലേ, അത് അരച്ച് കലക്കിയ ശേഷം തോട്ടിലിങ്ങനെ അത് കലക്കി എടുക്കുകയും ആ സമയത്ത് അവിടെ ചെറിയ ചെറിയ മീനുകളൊക്കെ, ചെറുതും വലിയ മീനുകളൊക്കെ ഒരേപോലെ ചത്തു